നമസ്കാരം, BKM ടോക്സിലേക്ക് സ്വാഗതം. കുറച്ച് നാളുകളുടെ ഒരു ഗ്യാപ്പ് വീണ്ടും വന്നു. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് വേറൊന്നുമല്ല കേട്ടോ. നമ്മൾ പലപ്പോഴും ഇൻസ്റ്റഗ്രാമിലൊക്കെ എല്ലാവരും ഇങ്ങനെ എന്നോട് ചോദിക്കും, ഡാൻസ് നമ്മൾ ചെയ്യുന്നു, പഠിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ ജോലി അല്ലെങ്കിൽ പ്രൊഫഷൻ അതാണോ എന്ന് ചോദിക്കും. പക്ഷെ നമുക്കത് മാത്രമല്ല, ഇത് ശരിക്കും നല്ല സൈഡാണ്. ബാക്കി മെയിൻ ആയിട്ടുള്ള പ്രൊഫഷൻ അല്ലെങ്കിൽ ജോലി വേറെ ഉണ്ട്. അപ്പോൾ ജോലിയുടെ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ ഗ്യാപ്പ് വരുന്നത്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. പക്ഷെ മാക്സിമം അത് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ വന്ന ഗ്യാപ്പ് കൊണ്ട് നിങ്ങൾ എന്നെ മറന്നുപോയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ ലാസ്റ്റ് നിർത്തിയിരിക്കുന്ന വീഡിയോ ഏതാണെന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ തോടയം പുഷ്പാഞ്ജലി പദ്ധതിയിൽ നിർത്തിയേക്കാണ്. ഈ തോടയം ഒരു പഴയ പുഷ്പാഞ്ജലിയാണ്. അന്ന് ഞാനത് പറഞ്ഞിരുന്നു. അതായത് നമ്മുടെ ഡാൻസിന്റെ ഭരതനാട്യത്തിന്റെ ഒരു പഴയ കാലഘട്ടം എന്ന് പറയുന്നത് കൂടുതലും തഞ്ചാവൂരിൽ നിന്നുള്ള ഒരു വളർച്ചയാണത്. അപ്പൊ അന്നത്തെ എല്ലാ ബാണികളിലും അല്ലെങ്കിൽ അന്ന് എല്ലാവരും ചെയ്യുന്നതാണ്, പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ബാണികൾ പഴയ രീതിയിൽ ചെയ്യുന്നതാണ്. അത് ഞാൻ പറഞ്ഞ കലാക്ഷേത്രത്തിൽ അങ്ങനെ ചെയ്യാറില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. പക്ഷെ നമുക്കത് ചെയ്യാം. എങ്ങനെ ചെയ്യാം? അടവുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ നമ്മുടെ രീതിയിലേക്ക് മാറ്റി ചെയ്യാം. പിന്നെ നമ്മൾ അത്രയും നോക്കുന്നുള്ളൂ, അത്രയും ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. എൻ്റെ പാട്ട് പഠിച്ച് അടവുകളൊക്കെ പഠിച്ചവർക്ക് ഒരു പക്ഷേ അത് ഓർമ്മയുണ്ടാവും നമ്മൾ എവിടെയാണ് വന്ന് നിർത്തിയിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതിന് ശേഷമുള്ള ബാക്കി അടവുകളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിനുശേഷം ഇത് ഫുള്ളായിട്ട് ഒന്ന് കളിക്കാം. പാട്ട് പാടി ചെയ്യാം. ആ പാട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ, ഉപയോഗിക്കാൻ പാകത്തിന് നമുക്കത് ചെയ്യാം. എൻ്റെ കുഞ്ഞുങ്ങളുടെ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞ് അരങ്ങേറ്റം ഇത് ചെയ്തു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് റെക്കോർഡ് ചെയ്തെടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ പ്രശ്നമുണ്ട്, പാട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഏതായാലും ഇതാണ് അതിന്റെ ലിറിക്ക് അല്ലേ. അപ്പൊ നമ്മളത് പറഞ്ഞ് അത് ആ ഒരു പോർഷനാണ് വന്ന് നിൽക്കണമെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതിനകത്ത് അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പൊ അടുത്തത് അതുകൊണ്ട് നമ്മൾ അതിന്റെ ബാക്കി ഭാഗത്തേക്ക് പോവാണ്. ഓക്കെ, ചെയ്ത് നോക്കാം. സോ തോടയം അതിന്റെ നമ്മുടെ സെക്കൻഡ് പാർട്ട് കുറച്ചും കൂടെ ഉള്ളൂ കേട്ടോ, വളരെ കുറച്ചേ ഉള്ളൂ. അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മള് ഫസ്റ്റ് പാർട്ടിൽ അത് കാണണം, പഠിക്കണം എന്നുള്ളവര് ഫസ്റ്റ് പാർട്ട് ഒന്ന് പോയി നോക്കണം. ഇവിടെയാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നത്. ആ കൈ ഇവിടെ വന്നിട്ട് നേരെ റൈറ്റിലേക്ക്. അപ്പൊ നമ്മൾ കൈ ഇങ്ങനെ വിടണ്ട, ഒരു കൈ ഇങ്ങനെ, ഒരു കൈ ഇങ്ങനെ. ഓക്കെ, ഭംഗിയായിട്ട് ഒരേ ഹൈറ്റിൽ നമ്മൾ പിടിക്കുക. എന്നിട്ട് ആ തത്ത പറയുമ്പോൾ നമ്മൾ സമത്തിൽ തിരിഞ്ഞു വന്നു. ക്ലിയർ? എന്നിട്ട് ഇവിടെ നിങ്ങോട് ലെഫ്റ്റ് കാല് വെച്ച് നേരെ ഫ്രണ്ടിലേക്ക് വന്നു. ഓക്കെ, ആ കൈ ഒന്ന് പൊക്കി പൊസിഷൻ ചേഞ്ച് ചെയ്യാണ്, കൈ മാറി. ഇനി ബാക്കിലേക്ക് വീണ്ടും പൊസിഷൻ മാറി. ഓക്കെ, 1 2 3 4. ആ ഫോർത്ത് സ്റ്റെപ്പിൽ നമ്മൾ കറങ്ങണം. ഐ മീൻ പൊസിഷൻ ചേഞ്ച് ചെയ്യണം. കൈ നേരെ ഇങ്ങനെ ഉണ്ടാകും. ഇത് പിള്ളേരെ നമ്മൾ ചെയ്യിക്കുമ്പം കൈ വേണി ഇങ്ങനെ പിടിപ്പിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വെക്കാം. ആ ഷോൾഡർ ഷേക്ക് ചെയ്യണ്ട. ശരിക്കും അത് അങ്ങനെ പറഞ്ഞു. അപ്പൊ ആ ഷോൾഡർ നമ്മളൊന്ന് ഷേക്ക് ചെയ്തിട്ടുള്ള നോട്ടം അത് ചിലപ്പോൾ പിള്ളേർക്ക് വരില്ല, കുഞ്ഞുങ്ങൾക്ക്. അപ്പൊ നമ്മള് ജെത്ത് മതി. ഇനി അതില്ലെങ്കിൽ നേരെ നടന്നാൽ മതി. പിള്ളേരുടെ അടുത്തത് അഞ്ചാമത്തെ നാട്ടുകൾ. ഓക്കെ, അഞ്ചാമത്തെ നാട്ടുകൾ. അത് എളുപ്പമാണ്. ഇനി ഒരെണ്ണം കൂടെ വേണമെങ്കിൽ ചെയ്യാം, ഒരു ജെഞ്ചയും കൂടെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അത് നമ്മൾ പഠിച്ച അടവുകൾ അനുസരിച്ചിരിക്കും കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് എടുക്കുക. നാട്ടുകൾ തന്നെ ആയാലും കുഴപ്പമൊന്നുമില്ല. അതായത് അങ്ങനെ എടുക്കാം. ക്ലിയർ? അതല്ലെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം.
ജം ജയം ജയം കിടതക ജയം കിടതക തത്ത ജം ജയം ജയം കിടതക തതിന്തക 1 2 3 1 2 3 2 3 1 2 3 1 2 3 1 2 3 ഇങ്ങനെ എടുക്കാം. ഓക്കേ 1 2 3 1 2 3 1 2 3 1 2 3 2 3 1 2 3 3 1 2 3 അത് എടുക്കാം. ഓക്കേ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ക്ലിയർ? ഓർക്കസ്ട്ര വെച്ചാണ് നമുക്ക് എത്ര നമ്മൾ ചെയ്യാം. ഓക്കേ അത് കഴിഞ്ഞാൽ അടുത്തത് ത തെയ്യ തത്ത ത ചാടി വരും. ഓക്കേ തി തെയ്യ തത്ത ത ചാടി വരും. ഇതും എത്ര കൗണ്ട് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടമാണ്. ചിലപ്പോൾ നമ്മളത് സൈഡിലേക്ക് എടുക്കും, കോർണറിലേക്ക് എടുക്കും, എങ്ങനെ വേണം ചെയ്യാം. അപ്പൊ ത തെയ്യ തത്ത ത തി തെയ്യ തത്ത ത. ഓക്കേ അതിനുശേഷം അടുത്തതും നമ്മുടെ ഇഷ്ടമാണ്, പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യിക്കാറ്. ജയിക്കിട്ടത്തൊക്കെ 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 തരികിണതും, അതായത് ദിത്തേ 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 ആ ദിത്തേ ഓഫാണ്, ചവിട്ടരുത് കേട്ടോ. ജയിക്കിട്ടത്തൊക്കെ 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 തരികിണതും തക്ക ജയിക്കിട്ടത്തൊക്കെ ജയിക്കിട്ടത്തൊക്കെ തരികിണതും ജയിക്കിട്ടത്തൊക്കെ തക്ക ജയിക്കിട്ടത്തൊക്കെ തരികിണതും. അപ്പോ ഓരോ സൈഡിലേക്ക് ദിത്തേ മൂന്നെണ്ണം, ഒരെണ്ണം ഓഫ്, തതികിണതും ഓഫ്. ലെഫ്റ്റ് മൂന്നെണ്ണം, തതികിണതും ഓഫ്. ലാസ്റ്റ് എത്തത് മേളിൽ നിന്ന് രണ്ടെണ്ണം, താഴെ നിന്ന് രണ്ടെണ്ണം ധിന്തത്തെ. ഓക്കെ അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞ അത്രയാണ്. എന്തൊക്കെയാണ്? ഒന്ന് ഇത്. അപ്പൊ എപ്പോഴും ഓർക്കണം, നമ്മുടെ ഒരു വാണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനൊരു പവർ, നല്ല സ്ട്രോങ് ആയിട്ടാണ് ചെയ്യാൻ. ഇപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു അടവ് ചെയ്യുമ്പോൾ അത്ര സ്ട്രെങ്ത് ഇല്ലെങ്കിൽ അത് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വെച്ചാണ്. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് നല്ല ശക്തിക്കും ചൊടിക്കുമാണ്. നല്ല കാണുന്നവർക്ക് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു എനർജി കിട്ടില്ല. നമ്മൾ തളർന്ന് ചെയ്താൽ അവർക്ക് കോട്ടുവാ വരും, അവർ എഴുന്നേറ്റ് പോകും. അത് പറ്റില്ല. എന്നാൽ ഓവർ സ്ട്രെയിൻ ചെയ്യരുത്. കാരണം മനുഷ്യൻ കളിക്കുന്നത് റോബോട്ട് പോലെ ആയി പോകാൻ പാടില്ല. ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നമ്മൾ ബലം കൊടുത്താൽ അതും കാണാൻ പോകില്ല. ഒരു പരിധി. അപ്പൊ ഇത് പറഞ്ഞു വന്നിട്ടേ ഉള്ളൂ. നമ്മൾ ചെയ്യുമ്പോൾ ജയം ജയം കിട്ടത്തക്ക ജയം കിട്ടത്തക്ക ജയം 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 കിട്ടത്തക്ക തതിന്തക ജയം 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 കിട്ടത്തക്ക ജയം 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 കിട്ടത്തക്ക തതിന്തക ജയം 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 കിട്ടത്തക്ക ജയം ജയം തതിന്തക. അടുത്ത ഒരു ജയം ജയം കൂടെ വേണമെങ്കിൽ എടുക്കാം. ഓർക്കണ്ട, ഞാൻ പറഞ്ഞില്ലായിരുന്നത് ജയം 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 കിട്ടത്തക്ക ജയം കിട്ടത്തക്ക ജയം 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 കിട്ടത്തക്ക തതിന്തക. അപ്പൊ ഞാൻ ആദ്യം കൈ കളിപ്പിച്ചില്ല കേട്ടോ. അടുത്തത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൂടെ എടുക്കാം. ഓക്കെ അതിനുശേഷം ജയിക്കിട്ടതൊക്കെ ജയിക്കിട്ടതൊക്കെ തതിക്കിണതും ജയിക്കിട്ടതൊക്കെ ജയിക്കിട്ടതൊക്കെ തതിക്കിണതും ജയിക്കിട്ടതൊക്കെ ജയിക്കിട്ടതൊക്കെ തതിക്കിണതും. Okay, then it comes dhik taka 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 dhik taka. കയ്യ് കടകാമുഖം, മേളിൽ നിന്ന് താഴെ അലപത്മം, ചെന്ന് തറയ്ക്ക് മേളിൽ, വീണ്ടും താഴെ അലപത്മം, തറയ്ക്ക് മേളിൽ. അപ്പൊ 8 സ്റ്റെപ്പ്. ഓക്കെ ധിക് തക ധിക് തക ധിക് തക ധിക് തക ധിക് തക ധിക് തക ധിക് തക. ക്ലിയർ? അത് ബാക്കിലേക്ക് മൂവ് ചെയ്യണം. ഇങ്ങനെ നമ്മളൊന്ന് മൂവ് ചെയ്യാം. ഓക്കെ അതിനുശേഷം കൈ തരുന്നത് ധളാങ്കുജം കിടത്തക്ക തരികിടച്ചോ തരികിടത്തോ. അപ്പൊ ഓർക്കണം, നമ്മൾ മുന്നോട്ട് ധളാങ്കുജം കിടത്തക്ക തരികിടത്തോ ഉണ്ടാ ഒന്ന് നോക്കി അമർന്നിരുന്നു. ക്ലിയർ? അതിനുശേഷം തേഹ തേഹി അടവ് താകജം തരി തകജം തരി തേഹ തേഹി തേഹ തേഹി തത്തിത്താധിത 1 2 3 തത്തിത്താധിത. നമ്മൾ ഒരുപാട് കോംപ്ലിക്കേഷൻ ആക്കണ്ട അവിടെ. തേ ധിത്തേ തത്തിത്താധിത തധിങ്കിണതോ തേതൈ ധിത്തേ തേതൈ ധിത്തേ ധിത്തേ മുമ്പിൽ നിന്ന് എടുത്തോ. അപ്പം തത്തിത്താധിത തധിങ്കിണതോ. ആ കൈ നേരെ വലിച്ചാൽ മതി.
തത്തിത്താധിത തദിങ്കിണതോ തത്തിത്താധിത തദിങ്കിണതോ തത്തിത്താധിത തദിങ്കിണതോ. ബസ്. ഓക്കെ, അപ്പോ തത്തിത്താധിത തദിങ്കിണതോ തത്തിത്താധിത തദിങ്കിണതോ തത്തിത്താധിത തദിങ്കിണതോ. ഇതാണ് താരം. ഓക്കെ, അത് കഴിഞ്ഞാൽ ഐറ്റം തീർന്നു. ഇതിന് ശേഷമാണ് സാഹിത്യം വരുന്നത്. പക്ഷെ സാഹിത്യം ഇപ്പൊ നമ്മൾ തൽക്കാലം എടുക്കുന്നില്ല കേട്ടോ, കാരണം സാഹിത്യം ഞാൻ ചെയ്യിക്കാറില്ല, അതുകൊണ്ടാണ് എടുക്കാത്തത്. അപ്പൊ തത്തിത്താധിത തദിങ്കിണതോ നമസ്കരിക്കുക, ഇറങ്ങിപ്പോകും. ഇതാണ് പുഷ്പാഞ്ജലി. അത് തീർന്നു. ഓക്കെ, അപ്പൊ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഉമ്മ കളിക്കുന്നതിലേക്ക് ഫോക്കസ് ചെയ്യുക. ജയം ജയം ജയിക്കുന്നത് ഫോർ ജയം ജയം ജയിക്കുന്നത് ജയിക്കുന്നത്. ഇങ്ങോട്ട് വരുന്ന നെക്സ്റ്റ് വെച്ചിട്ട് വരേ ഫോർ ജയം ജയം ജയിക്കുന്നത് ഓക്കെ. അപ്പൊ ഇങ്ങനെ ആണ് തോടെ. ക്ലിയർ? അപ്പൊ ഇതിന്റെ സാഹിത്യം അതിപ്പോ ചെയ്തിട്ടില്ല എന്നുള്ളത് വേറൊന്നല്ല, എന്റെ കുഞ്ഞുങ്ങൾ ആ സാഹിത്യം ചെയ്യാറായിട്ടില്ല. അപ്പൊ അവരെ അത് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ട് അത് ചെയ്തിട്ടേക്കാം. അപ്പോൾ ഇതിന്റെ ഫുൾ സോങ് ആയിട്ട് ഞാൻ പാടിയിട്ട് തരാം കേട്ടോ, പാടിയിട്ട് ചെയ്യിക്കാം. അപ്പൊ അതൊന്ന് റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. സോ താങ്ക് യു. ഇതോടുകൂടി തോടയം കംപ്ലീറ്റ് ആവുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ തോടയം ഒക്കെ നമ്മൾ കുഞ്ഞുങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് അളവുകളൊക്കെ പഠിച്ചിട്ട് ഐറ്റത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതാണ്. അതിൻ്റെ അർത്ഥം ഇത് കുറച്ച് സീനിയർ ആർട്ടിസ്റ്റുകൾക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ല, നമുക്ക് എല്ലാവർക്കും ചെയ്യാം. ഞാനും ചെയ്യാറുണ്ട് പ്രോഗ്രാമിൽ, എനിക്കത് ഇഷ്ടമാണ് ചെയ്യാനായിട്ട്, കാരണം ഇതൊരു പുഷ്പാഞ്ജലി ഐറ്റമാണ്. അപ്പൊ ഇതിന്റെ സാഹിത്യ ഭാഗം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. സാഹിത്യ ഭാഗം വേണമെങ്കിൽ നമുക്ക് അതും ചെയ്യാം. മങ്കയർ കരശി എന്നുള്ള ഭാഗം അത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ എനിക്കതിൻ്റെ ഈ അടവ് പാർട്ട് മാത്രമാണ് ഞാൻ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് അത്രയും ഭാഗം മാത്രമാണ് നമ്മൾ ഇതിനകത്ത് എടുത്തത്. ഓക്കെ, സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ. അതുവരെ നമ്മുടെ വീഡിയോ കണ്ട് പഠിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.